ജ്യോതിർഘോഷ്, നമ്മുടെ രാഷ്ട്രീയത്തിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു നിലപാട് എന്നെനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസം ട്രംപ് ഇന്ത്യൻ എക്കണോമിയെ ഡെറ്റ് എക്കണോമി അല്ലെങ്കിൽ ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയാണ് നമ്മളുടേത് എന്ന് പറഞ്ഞപ്പോൾ അതിനോടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം അത് രാഷ്ട്രീയമായിട്ട് വിചിത്രമായിട്ട് എനിക്ക് തോന്നുന്നു. അത് ഒരിക്കലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എടുക്കാവുന്ന ഒരു നിലപാടല്ല എന്നാണ് എനിക്ക് തോന്നിയത്. എന്താണ് അതിൻ്റെ ഒരു പാരഡോക്സ് എന്ന് പറയുന്നത്? ഒരിക്കലും രാഹുൽ ഗാന്ധി എടുക്കാൻ പാടില്ലാത്തൊരു നിലപാടായിരുന്നു. അതിനകത്ത് 2-3 ഘടകങ്ങളുണ്ട്. ഇതിനകത്ത് ഇന്നത്തെ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം എപ്പോഴും രാഹുൽ ഗാന്ധി നേതൃത്വ സ്ഥാനത്താണല്ലോ. അപ്പോൾ ഒരു ഇന്ത്യയിലെ ഇത്രയും പാരമ്പര്യമൊക്കെയുള്ള രാഷ്ട്രീയ കക്ഷിയുടെ ഇന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഒരു വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ട് ഇന്ത്യൻ ജനതയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു അവസരമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രംപിൻ്റെ ഈ താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് താരിഫ് വാർ നടത്തുകയാണ്. താരിഫ് ഉപയോഗിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഇദ്ദേഹം ഒരു യുദ്ധത്തിലാക്കുകയാണ്. ശരിയാണ്. അപ്പോൾ യുദ്ധസമാനമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഈ ട്രംപിൻ്റെ താരിഫ് നമ്മളുടെ ഇവിടുത്തെ സാധാരണ കർഷകരെയും അതുപോലെ കർഷകരെയാണ് മെയിനായിട്ടത് ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ആ ടാരിഫിനെ എക്കോണമി അല്ലെങ്കിൽ ഈ വ്യാപാരത്തിനെ യുദ്ധ ഉപകരണമായിട്ട് ഉപയോഗിക്കുന്ന ട്രംപ് പറയുന്നത് അതേപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രവുമല്ല ഇന്ത്യൻ എക്കോണമി അതിൻ്റെ എക്കാലത്തെയും ചടുലമായൊരു ഘട്ടത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് എവിടെയാണ് നമ്മുടെ കോൺഗ്രസ് നേതൃത്വം നിൽക്കുന്നത്, കോൺഗ്രസിൻ്റെ നേതാവ് നിൽക്കുക എന്നുള്ളത് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു ദുർബലമായ പ്രതിപക്ഷമായിട്ട് ഈ കോൺഗ്രസും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുമൊക്കെ മാറാനുള്ളൊരു കാരണം. ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ ഹൃദയവികാരം അത് ഏറ്റെടുക്കാനായിട്ട് കഴിയുമ്പോൾ മാത്രമാണ് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായി കഴിഞ്ഞാലും അവരുടെ ഭരണപക്ഷവും അവരുടെ പ്രതിപക്ഷമാവുക. തീർച്ചയായിട്ടും അതാണ് പ്രശ്നം. പിന്നെ അപ്പോൾ ഇവിടെ ട്രംപ് വന്ന് പറയുകയാണ്, നമ്മൾ മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, റഷ്യയും എന്താണ് ചത്ത സമ്പദ് വ്യവസ്ഥയാണ്, എനിക്ക് അവരുമായിട്ട് ഇടപെടാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ട്രംപിൻ്റെ സ്ഥിതി പരിശോധിച്ചാൽ വളരെ പരിതാപകരമാണ്. നേരത്തെ അമേരിക്കയ്ക്കുണ്ടായിരുന്ന സാമ്പത്തിക പൊസിഷനൊന്നും ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്കില്ല. ഇപ്പോൾ ഈ ട്രംപിൻ്റെ ചെണ്ടകൊട്ട് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു. കാരണം അവരുടെ GDP എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1.5, ഇന്ത്യയുടെ GDP എന്ന് പറഞ്ഞാൽ 6.4 ഇത് വെച്ചിട്ടാണ് 1.5 മാത്രം GDP ഉള്ള ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവ് ഇന്ത്യക്കെതിരെ ഇന്ത്യ 6.4 GDP വളർച്ചാ നിരക്ക് കാണിക്കുന്ന സമയത്ത് പോലും നമ്മളെ അവർ ഡെറ്റ് എക്കണോമി എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് 2 തരത്തിൽ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാം. ഒന്ന്, ഭരണപക്ഷം പറയുന്ന എന്തിനേയും എതിർക്കുന്ന ഒരു പ്രതിപക്ഷം, അത് ഈ പറഞ്ഞ ഒരു ഡെഡായിട്ടുള്ള പ്രതിപക്ഷമാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഭരണകൂടം അല്ലെങ്കിൽ ഭരണകക്ഷികൾ ചെയ്യുന്ന കാര്യങ്ങളിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പോസിറ്റീവ് മൈൻഡോടുകൂടി സ്വീകരിക്കുകയും നെഗറ്റീവായതിനെ അതിശക്തമായിട്ട് എതിർക്കുകയും ചെയ്യുന്നതും അതിനെ തിരുത്തുന്നതിന് വേണ്ടി ക്രിയേറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതായിട്ടുള്ള പ്രതിപക്ഷം. ആ പ്രതിപക്ഷത്തിൻ്റെ റോളിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ സമയത്ത് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, അതിനകത്തുള്ളൊരു വളരെ സിമ്പിളാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം പിയേഴ്സൺ പറഞ്ഞ വളരെ കറക്റ്റാണ്. അങ്ങനെയാണ് ഒരു പ്രതിപക്ഷവും അല്ലെ ഏത് രാഷ്ട്രീയ കക്ഷിയും പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയാണ്. ഉദാഹരണത്തിന് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഫോക്കസ് ഒരു ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഇദ്ദേഹത്തിൻ്റെ ഫോക്കസ് അല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു വരുന്നത് ഇന്ത്യയും ഇന്ത്യയുടെ ജനങ്ങളും ആണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഏത് പ്രതികരണം വരുമ്പോഴും അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള പ്രതികരണമായിരിക്കും വരുന്നത്. ഇന്ത്യക്ക് എങ്ങനെ അതിന് ഇത് ഓരോ സാഹചര്യങ്ങളും ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെ ബാധിക്കും, അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ വരുമ്പോഴാണ് താങ്കൾ പറഞ്ഞ രീതിയിലുള്ള ഈ പ്രതികരണം വരിക. ഉദാഹരണത്തിന് ഇപ്പോൾ ശശി തരൂരിൻ്റെ പ്രതികരണം വന്നു. ശശി തരൂരിൻ്റെ പ്രതികരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ വേണമെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ പഹൽഗാം ആക്രമണത്തിന് ശേഷം ശശി തരൂരിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മാറ്റത്തൊക്കെ വേണമെങ്കിൽ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ എങ്കിൽ പോലും
അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നത് രാഷ്ട്രത്തെ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്, രാജ്യത്തെ മുമ്പോട്ട് അതൊരിക്കലും അദ്ദേഹം അങ്ങനെ പറയുകയും ചെയ്തു, രാഷ്ട്രമാണ് വലുത് എന്നുള്ള പ്രസ്താവന അദ്ദേഹം നടത്തി. അതെ. ഇപ്പൊ ഇവിടെയും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതാണ്. ഇന്ത്യക്ക് ഇപ്പം അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈം മിനിസ്റ്റീരിയൽ റെസ്പോൺസ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. കാരണം ഇന്ത്യയുടെ ഒരു പൊതു നിലപാട് ഇന്ത്യക്ക് ഇത് എങ്ങനെ ബാധിക്കും, മാത്രവുമല്ല ഇപ്പോഴും അവിടെയാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ എനിക്ക് ബഹുമാനം തോന്നിപ്പോയി. കാരണം ആ ഡിപ്ലോമാറ്റ്, ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. കാരണം ഇപ്പോഴും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ചർച്ച ഒരു പോസിറ്റീവായിട്ട് മാറും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ രീതിയിലുള്ള സംഗതികളൊക്കെ അപകടകരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സാർ, തീർച്ചയായിട്ടും അത് അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഇത് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണെന്ന് തോന്നുകയുള്ളൂ. തീർച്ചയായും. കാരണം ട്രംപ് നമ്മളുടെ മേൽ കുതിര കയറുകയാണ് ചെയ്യുന്നത്. 25% ടാക്സ് എല്ലാ ഐറ്റങ്ങൾക്കും അടിച്ചേൽപ്പിക്കും എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ, പ്രത്യേകിച്ച് കേരളീയർ, നമ്മൾ കേരളത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് എങ്ങനെ നമ്മളെ ബാധിക്കും? ട്രംപിൻ്റെ വർത്തമാനത്തിനും അതേപോലെ അദ്ദേഹത്തിൻ്റെ നികുതി അടിച്ചേൽപ്പിക്കലിനും നമുക്കെങ്ങനെയാണ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുക? ഇതാണ് നമ്മളുടെ ഇവിടെ രാഷ്ട്രീയ നേതാവ് ചിന്തിക്കുന്നത്. അതിന് ചിന്തിക്കുമ്പോൾ ശരിയാണ്, നമ്മുടെ സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റുമതി നടത്തുന്ന കാര്യത്തിൽ, അതുപോലെ കയർ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റുമതി നടത്തുമ്പോഴൊക്കെ അതിന് തടസ്സം നിൽക്കുകയും അതിൻ്റെ കയറ്റുമതി സാധ്യതയെ വെട്ടിക്കളയുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു തീരുമാനമാണ് തീർച്ചയായും യഥാർത്ഥത്തിൽ ട്രംപിന്റെ ഭാഗത്ത്. എല്ലാ ഭാഗത്തെയും നമ്മുടെ കേരളത്തിൽ പോലും എന്തിനാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് സംസാരിക്കുന്നു. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നമ്മുടെ കിറ്റക്സ് സാബുവിനെ ബാധിക്കാൻ പോവാണ്. കിറ്റക്സ് ഭാഗമൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതൊക്കെ ചർച്ചയ്ക്ക് എടുക്കുന്ന സമയത്ത് കിറ്റക്സ് സാബുവിനെ എടുക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്താണ്? ഈ കിറ്റക്സ് സാബു നമുക്ക് ഉണ്ടാക്കുന്ന വേറെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതല്ല നമ്മൾ ഇതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയമല്ല നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. പകരം അത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഞാൻ പറയുന്നത് നമ്മൾ പക്ഷെ അങ്ങനെ കാണാറില്ലെന്ന് ഞാൻ പറഞ്ഞു. അതിന് പകരം അത് കിറ്റക്സ് സാബുവിന്റെ പ്രശ്നമാണെന്ന് വെച്ചാൽ ഉടനെ നമ്മൾ കിറ്റക്സ് സാബുവിനെതിരായി മാറും. നമ്മുടെ ഇവിടെ ഓരോരുത്തരെയും ബാധിക്കും. നമ്മുടെ ഇവിടുത്തെ ഉദാഹരണത്തിന് ഇപ്പം കിറ്റക്സ് സാബു എന്ന് പറയുന്നൊരു വ്യവസായിയാണ്. അദ്ദേഹത്തിനെ ബാധിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് 2020 പോലും ചിലപ്പോൾ വെള്ളത്തിലായി പോയെന്നിരിക്കും. ഇവിടുത്തെ തൊഴിലാളികളെ ബാധിച്ചെന്നിരിക്കും. അപ്പോൾ ഇവിടെ മത്സ്യമേഖലയാണെങ്കിലും കാർഷിക മേഖലയാണെങ്കിലും ഇപ്പം നമ്മുടെ ഇവിടുത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി, അതാണ് പ്രധാനപ്പെട്ടത് നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. അത് ബാധിക്കുന്നത് ഈ കയറ്റുമതിക്കാരെ മാത്രമല്ല ബാധിക്കുന്നത്. അല്ല, അത് താഴേക്ക് വന്ന് തൊഴിലാളികൾ, കയറ്റുമതി എന്ന് പറയുന്ന ആ ശൃംഖല നമ്മൾ എടുത്താൽ അതിൻ്റെ മുകളിൽ ഉള്ള തട്ടിൽ നിൽക്കുന്ന വ്യക്തി മുതൽ താഴെ തട്ടിൽ നിൽക്കുന്ന ചെമ്മീൻ പിടിക്കുന്ന ആളുകൾ വരെ, അതുപോലെ തന്നെ നമ്മൾ ചെമ്മീൻ ഫാക്ടറികളിൽ ചെമ്മീൻ നുള്ളുന്നതായ സ്ത്രീ തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അവിടെ തുടങ്ങി ആ ശൃംഖലയിൽ വരുന്ന എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് അത് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് വിയേഴ്സം പറഞ്ഞത്, അവിടെയാണ് നമ്മുടെ ഈ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് വരേണ്ടത്. ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാട് അങ്ങനെയാണ് വരേണ്ടത്. അങ്ങനെ ആകുമ്പോഴൊരു സമഗ്ര വീക്ഷണം വരത്തുള്ളൂ. അങ്ങനെ വരുന്നതിന് പകരം മോദിയെ എതിർക്കുക എന്നുള്ള ഒരു ഒറ്റ സിംഗിൾ പോയിന്റ് അജണ്ട, ആ അജണ്ടയാണ് നമ്മളുടെ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് നേതൃത്വത്തിനും ഉള്ളത്. മോഡിയെ എതിർത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് മുഴുവൻ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു വേറെ ചില ആളുകളും കൂടി അതിനെ എതിർത്തിട്ടുണ്ട്. കോൺഗ്രസ് എംപിമാരും അതേപോലെ തന്നെ പലരും അതിന്, കാരണം അല്പം ഇക്കാര്യത്തിൽ ഒരു കോമൺ സെൻസ് പ്രയോഗിച്ചാലേ ഇതിനെ പെട്ടെന്ന് അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. മോദിയെ എതിർക്കാൻ 100 വട്ടം കാരണങ്ങൾ വേറെ ഉണ്ട്. അത്തരം കാരണങ്ങൾ വെച്ചിട്ട് പോയിട്ട് എതിർക്കട്ടെ, അത് വേറെ വിഷയം. അങ്ങനെ എതിർക്കുന്ന സമയത്ത് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ചിലപ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കാനും കഴിയും. അത് വേറെ വിഷയമാണ്. ഇവിടുത്തെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എല്ലാ വിഷയത്തെയും നമ്മൾ ഈ പറഞ്ഞ ഒരു സിംഗിൾ പോയിന്റിലേക്ക് കൊണ്ടുവന്നിട്ട് മോദിക്കെതിരായി വരുന്ന എന്തും നമുക്ക് സ്വീകരിക്കാം എന്ന് പറയുന്ന ഒരു നയം, മോദി എതിർക്കുക, അതൊരു രാഷ്ട്രീയ തന്ത്രമായിട്ട് സ്വീകരിക്കുകയും അത് തന്നെ രാഷ്ട്രീയമായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു വീഴ്ചയാണത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്താണ് മോദി നല്ലത് പറയുന്നത്, എന്താണ് മോദി ചീത്തയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നല്ലതിനെ നമ്മൾ പുഷപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ആ രാഷ്ട്രീയം ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് BJPക്കും മോഡിക്കുമാണ്. അങ്ങനെയാണ് ഇതും കൊണ്ട് ഈ നല്ല രീതിയിലാണ് നമ്മളതിനെ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസെക്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ മോദിയുടെ എല്ലാ ഫാൾട്ടുകളെയും പിറക്കി വെച്ച് പൊളിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഇത് അങ്ങനെ അല്ലാതെ പോകുന്നു, ഇത് വെറും വിരോധമായി മാറുന്നു. അത് ശ്രദ്ധിക്കേണ്ട. അതിൻ്റെ ഉദാഹരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഷെയർ മാർക്കറ്റിൽ ഇടപെടലുണ്ട് എന്ന് വ്യക്തമാക്കും. 2024
അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റിൽ ഇലക്ഷനിൽ മത്സരിക്കാൻ കൊടുത്ത അഫിഡവിറ്റിൽ കൊടുത്തിരിക്കുന്നത് 8 കോടി രൂപ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, 5 മാസം കൊണ്ടുള്ള വരുമാനം 46 ലക്ഷം രൂപ. ആ എക്കോണമിയാണ് അദ്ദേഹം ഇപ്പോൾ അതെ, ആ അങ്ങനത്തെ ഒരു എക്കണോമി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഗ്രോത്ത് പ്രകടമാക്കുന്ന ചലനാത്മകമായ എക്കോണമി. അതെ, അത് അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഡൈനാമിക്കാണ് ആ എക്കണോമി. ഡൈനാമിക്കാണ്. അങ്ങനെ ഡൈനാമിക് ആയിട്ടുള്ള എക്കണോമിയെ ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ ഡെഡ് എക്കണോമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ അടിച്ചു പിടിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ചെയ്തില്ല എന്നുള്ളതാണ് പ്രശ്നം. മാത്രമല്ല ഈ എത്രയോ സംരംഭകരുടെ ഊർജ്ജത്തെ കളയുന്ന സാധനം. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.